അസ്സലാമലൈക്കും, റമദാൻ മുബാരക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡെവിൽഡ് എഗ്സ് ആണ്. പേര് കേട്ട ആരും പേടിക്കണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുവിലുള്ള ഉണ്ണിയില്ലേ അത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വൈറ്റും യെല്ലോവും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഡെവിൽഡ് എഗ്സ് എന്നൊക്കെ പേര് കേട്ടാൽ നമ്മൾ ഭയങ്കര സംഭവം വിചാരിക്കും. ആക്ച്വലി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ഉണ്ണി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട ഇതിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓരോ എഗ് വൈറ്റും കുറച്ച് കോൺഫ്ലവറിൽ ഇതുപോലെ മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഒന്നിട്ടിട്ട് മുക്കിയെടുക്കണം. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ വേണ്ടത് റസ്ക് പൊടിയാണ്. ഇതിന് ശേഷം നമുക്കിത് റസ്ക് പൊടിയിലും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കും. ഇതിന് ഏകദേശം നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒക്കെ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് എണ്ണയിൽ നമുക്കിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പറ്റുന്നതും ചെറിയൊരു കടായി നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടി വരില്ല. അപ്പോൾ ഞാനിതിനെല്ലാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ 2 വശവും നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള ഉണ്ണിയിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് വേണ്ടത് മയണൈസാണ് കേട്ടോ. കുറച്ച് മയണൈസ്. ഇതിന് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനെല്ലാം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഫില്ലിംഗ് ഒക്കെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പക്ഷേ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുട്ടയിലേക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഴുങ്ങിയ മുട്ട പോലെ തന്നെയായി, അല്ലെ ഫ്രൈ ചെയ്ത മുട്ട പോലെ തന്നെയായി അതിൻ്റെ ഫില്ലിങ് കൂടി വന്നപ്പോൾ. അപ്പോൾ ഇതാണ് ഡെവിൽഡ് എഗ്സ്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പാപ്രിക്ക പൗഡർ ഉണ്ട് കേട്ടോ. അത് ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാപ്രിക്ക ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നോമ്പ് തുറക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ പരീക്ഷിച്ചിട്ട് സ്റ്റാർ ആവാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. കിച്ചൺ എന്തായാലും ഒരുപാട് ഇഷ്ടമാവുന്ന സാധനമായിരിക്കും. കാരണം ഇത് ആക്കി വെച്ചപ്പോൾ തന്നെ 2 എണ്ണം ഇതൊന്ന് മിസ്സിങ് ആയി എൻ്റെ മോളെടുത്ത് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.